അപ്പോൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പടവലത്തെ ബാധിക്കുന്ന ഒരു പുഴുവിനെ കുറിച്ചാണ്. നമ്മുടെ വീട്ടിൽ ഉണ്ടമുളക് അല്ലെങ്കിൽ കാന്താരി അങ്ങനെ എന്തെങ്കിലും മുളകുണ്ടെങ്കിൽ നല്ല എരിയുള്ള മുളക് വേണം കേട്ടോ. ഉണ്ടമുളക് ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കാന്താരിയാണ് ഉപയോഗിച്ചത്. ഒരു 3-4 നല്ല പഴുത്ത് നോക്കി എടുത്തിട്ട് ഇപ്പോൾ ഞാനൊരു 4 എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി നമുക്ക് ഇത് മുഴുവൻ വേണ്ട, ഒരു കുറച്ച് മതിയാവും. ഒരു ഫുള്ളെണ്ണം എടുത്ത് അതിൻ്റെ പകുതിയോളം എടുക്കുക. അപ്പം അതെടുക്കുക, ഈ നമ്മുടെ മുളക് ഇതിലിടുക. അതിന് ശേഷം ഇത് നന്നായിട്ട് അടിച്ച് ചതയ്ക്കുക. ചതച്ച് ഏകദേശം എന്താണ്ട് ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളല്പം വെള്ളവും കൂടെ ചേർക്കുക. വേണം അത്രയും വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ പിന്നെ മുളകിൻ്റെ എരി കുറഞ്ഞു പോകും. കുറച്ച് മതിയാവും നമുക്ക്. അപ്പോൾ അതിനുശേഷം നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കിയതിന് ശേഷം ഫിൽറ്റർ അരിപ്പുണ്ടെങ്കിൽ ആ ഒരു അരിപ്പിനകത്തോട്ട് ഇതിനെ നന്നായിട്ട് അരിച്ചൊഴിക്കുക. വീണ്ടും ഒന്നും കൂടെ ഒന്ന് ചതച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടെ ചതച്ച് ഒരു മരുന്ന് റെഡി ആയിട്ടുണ്ട്. സ്പ്രേയറിലേക്ക് ഒഴിച്ചതിന് ശേഷം അപ്പോൾ നിങ്ങളിത് കാണുന്നുണ്ടാവുമല്ലോ, നമ്മൾ സ്പ്രേ ചെയ്ത ഉടനെയൊന്നും ഇത് തറയിൽ വീഴത്തില്ല. സ്പ്രേ ചെയ്ത് ഒരു അല്പസമയം കഴിയുമ്പോൾ ഇത് പതുക്കെ ഇലകളിൽ നിന്ന് കൊഴിഞ്ഞ് താഴെ വീഴും. അതിനുശേഷം നമ്മളതിനെ നശിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. രാസകീടനാശിനി പോലെയല്ല, 100% ഒന്നും വിജയവും പറയുന്നില്ല. എന്നാലും കുറച്ചൊക്കെ നമുക്ക് ഇതിനെ കീടങ്ങളെ കൺട്രോൾ